ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന വാക്സിനുകളാണ് കോവിഷീൽഡും കോവാക്സിനും. ഇന്ത്യ കൊറോണ പ്രതിരോധത്തിനായി വാക്സിൻ നൽകി തുടങ്ങിയപ്പോൾ തന്നെ ഒട്ടുമിക്കവരും ഈ രണ്ട് വാക്സിനുകളും സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രവാസികളുടെ കാര്യത്തിലോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോവാക്സിനും കോവിഷീൽഡും ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും അംഗീകരിച്ചിട്ടില്ല. ആസ്ട്രസെനക്കയുടെ മറ്റൊരു പതിപ്പായ കോവാക്സിന് ഗൾഫ് രാഷ്ട്രങ്ങൾ പലരും അംഗീകാരം നൽകിയിട്ടുണ്ട്, അതും ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം. എന്നാൽ കോവാക്സിനോ? നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നിർമ്മിച്ചതാണ് കോവിഷീൽഡ്. അതിനാൽ തന്നെ ആസ്ട്രസെനക്കയുടെ മറ്റൊരു പതിപ്പാണെന്ന് തന്നെ പറഞ്ഞു വരാം. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും അംഗീകരിച്ചത് ആസ്ട്രസെനക്കയാണ്. കോവാക്സിനോ കോവിഷീൽഡിനോ അംഗീകാരം നൽകിയിരുന്നില്ല. ഇത് രണ്ടും സ്വീകരിച്ച പ്രവാസികൾ നന്നേ പണിപ്പെട്ടു. ഇതിനു പിന്നാലെ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കോവിഷീൽഡിന് അംഗീകാരം നൽകി. ഒട്ടുമിക്ക പ്രവാസികളും കോവിഷീൽഡിനായി കാത്തിരിക്കുകയാണ്. ഇതിനോടകം കോവിഷീൽഡ് 2 വാക്സിനും സ്വീകരിച്ചവരുമുണ്ട്. ഒരൊറ്റ ഡോസ് സ്വീകരിച്ച് വീണ്ടും രണ്ടാമത്തെ ഡോസിനായി കാത്തിരിക്കുന്നവരുമുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കോവിഷീൽഡിനായി പരക്കം പായുകയാണ് പ്രവാസികൾ. എന്നാൽ എന്തുകൊണ്ട് കോവാക്സിന് അംഗീകാരം ലഭിക്കുന്നില്ല? കേന്ദ്രത്തോട് കോടതി ചോദിക്കുകയാണ്. കോവാക്സിന് അന്തർദേശീയ അംഗീകാരം ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്തുവെന്ന് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി ചാലി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനും മറ്റുമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ കോവിഡ് വാക്സിനായ കോവാക്സിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ വാക്സിൻ എടുത്തവർ വിദേശ രാജ്യങ്ങളിലുള്ള വാക്സിൻ വീണ്ടും സ്വീകരിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് ഹർജിക്കാരായ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VP മുസ്തഫ, സെഹ്റാനി ഗ്രൂപ്പ് CEO റഹീം പട്ടർക്കടവിന് വേണ്ടി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ കോടതിയിൽ അറിയിക്കുകയായിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തകരാറുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടും ഇതുവരെ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റിൽ വാക്സിന്റെ ശരിയായതും പൂർണ്ണവുമായ പേര് രേഖപ്പെടുത്തുന്നതിന് നിർദ്ദേശിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണം. കൂടാതെ പ്രവാസികൾക്ക് 2ാം ഘട്ട വാക്സിൻ വേഗത്തിൽ നൽകുന്നതിന് നടപടി തുടങ്ങിയ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണമെന്നും കോടതി കഴിഞ്ഞ ജൂൺ 2-ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. നടപ്പാക്കിയ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദാംശം ഹാജരാക്കണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. ഹർജി ജൂലൈ 6-ന് പരിഗണിക്കുകയും ചെയ്യും. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ജൂലൈയോടെ തുറക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള അവ്യക്തതകൾ നിൽക്കുന്നത്. കോവിഷീൽഡ് സ്വീകരിച്ചവർ ഒരു വശത്ത്, കോവാക്സിൻ സ്വീകരിച്ചവർ മറുവശത്ത്. ഇത്തരത്തിൽ പ്രവാസികൾ ആശങ്കാകുലരാണ്. കോവാക്സിൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കോവിഷീൽഡ് അംഗീകരിച്ചതായുള്ള വാർത്തകൾക്ക് മുന്നേ തന്നെ കോവാക്സിൻ സ്വീകരിച്ച് ദുരിതത്തിലായ പ്രവാസികളുമുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണവർ. അവർക്കായി ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.